ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഹിസ്ബുള്ളയുടെ തലവനായ ഹസൻ നസ്റുള്ളയെയും പ്രധാന കമാൻഡർമാരെയും ഒക്കെ വധിച്ചതിന് പിന്നാലെ ലെബനനിൽ കരയുദ്ധം ആരംഭിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ഒക്ടോബർ 7-ാം തീയതിയാകുമ്പോൾ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചിട്ട് ഒരു വർഷം. ഇതുവരെ ഒരു അണുവിട പോലും വ്യത്യാസമില്ലാതെ പിന്മാറാതെ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം രൂക്ഷമായി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ പലസ്തീൻ ഏതാണ്ട് ശൂന്യമായി കഴിഞ്ഞു. 23 ലക്ഷത്തോളം ജനതകൾ അഭയാർത്ഥികളാക്കപ്പെട്ടു. 1/2 ലക്ഷം ആളുകൾ കൊല്ലപ്പെട്ടു. 1 ലക്ഷത്തോളം പേർ മരിക്കുമോ ജീവിക്കുമോ എന്നറിയാതെ പരിക്കേറ്റ് ചികിത്സയിലുമാണ്. ഈ സാഹചര്യത്തിൽ വീണ്ടും ഒരു ഒക്ടോബർ 7-ന് വേണ്ടി ഇസ്രായേൽ സജ്ജമായിരിക്കണം എന്ന് പറഞ്ഞതു മാത്രമേ ഹിസ്ബുള്ള നേതാവായ ഹസൻ നസ്റുള്ളയ്ക്ക് ഓർമ്മയുള്ളൂ. അപ്പോഴേക്ക് ഹസൻ നസ്റുള്ളയുടെ തലയെടുക്കുകയാണ് ഇസ്രായേൽ ചെയ്തത്. ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള അനവധി തീവ്രവാദ ഗ്രൂപ്പുകളുടെ ശക്തി കേന്ദ്രമായ ലെബനൻ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ക്രിസ്ത്യൻ രാജ്യമായിരുന്നു. പാർലമെന്റിൽ 60% സീറ്റുകളും ക്രിസ്ത്യൻ നേതാക്കൾക്കായി സംവരണം ചെയ്യപ്പെട്ടിരുന്ന രാജ്യമായിരുന്നു ഇത്. അങ്ങനെ ഒരു കാലം ലെബനൻ ഉണ്ടായിരുന്നു. പിന്നീടാണ് ഈ രാജ്യം മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാക്കി മാറ്റപ്പെട്ടത്. നിലവിൽ ലെബനൻ ഒരു ഇസ്ലാമിക രാജ്യമാണ്. എന്തുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങൾ അഭയാർത്ഥികളായി വലിഞ്ഞു കയറി വരുന്ന മുസ്ലിം തീവ്രവാദികളെ ഭയപ്പാടോടുകൂടി നോക്കുന്നത്? എന്തുകൊണ്ടാണ്? ജർമ്മനി ആണെങ്കിലും, ഇറ്റലി ആണെങ്കിലും, ഫ്രാൻസ് ആണെങ്കിലും, ബ്രിട്ടൻ ആണെങ്കിലും, അമേരിക്കയാണെങ്കിലും ഇവരൊക്കെ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഈ അഭയാർത്ഥികളെ ഇസ്ലാമിക രാജ്യക്കാരെന്തുകൊണ്ടാണ് ഇവരെ പൗരത്വം കൊടുത്ത് സ്വീകരിക്കാതിരിക്കുന്നത്? എവിടെ ചവിട്ടിയാലും ചവിട്ടി നിൽക്കുന്നിടം മണ്ണിനടിയിലാക്കും ഇവർ. തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ ആസ്ഥാനമായ ലെബനൻ മതമൗലികവാദത്തിനും ജൂഡോ ക്രിസ്ത്യാനികൾക്കുള്ള അവരോടുള്ള വിദ്വേഷത്തിനും പേരുകേട്ട നാടാണ് ഇന്ന്. ജൂഡോ ക്രിസ്ത്യാനികൾ ജൂതര്, ക്രിസ്ത്യാനികള്, നസ്രാണികള്, അന്യമത വിരോധം കൊടികുത്തി വാഴുന്ന ഒരു മുസ്ലിം രാജ്യമായി ലെബനൻ അധപതിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഏകദേശം 50 വർഷം മുമ്പ് ലെബനനിൽ മുസ്ലിം ജനസംഖ്യ 30% താഴെയായിരുന്നു. ഇവര് പെറ്റുകൂട്ടും. ഒരാൾക്ക് 1x4, ആ 4x4 ഓരോ ഭാര്യമാരും 4 വീതം പ്രസവിച്ചാലും പോരെ. 1920-ൽ ലെബനനിലെ ജനസംഖ്യയുടെ 70 മുതൽ 75% വരെ ക്രിസ്ത്യാനികൾ മാത്രമായിരുന്നു. 1932-ലെ സെൻസസ് പ്രകാരം ലെബനനിൽ 7.85 ദശലക്ഷം ക്രിസ്ത്യാനികളും, അതായത് പൗരന്മാര് മൊത്തത്തിലുണ്ടായിരുന്നു 7.85 ദശലക്ഷം പൗരന്മാര്. അവരില് 55% ക്രിസ്ത്യാനികളും 45% മുസ്ലിങ്ങളും. അത് പിന്നീട് 1943-ല് ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ശേഷം ജനസംഖ്യാ ഘടനയിൽ മാറ്റം വരാൻ തുടങ്ങി. പലസ്തീനിൽ നിന്ന്, സിറിയയിൽ നിന്ന്, അങ്ങനെ ഒരുപാട് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് പീഡനങ്ങൾ സഹിക്കവയ്യാതെ അഭയാർത്ഥികളായി ഈ രാജ്യത്തേക്ക് ധാരാളം ആളുകൾ ചേക്കേറാൻ തുടങ്ങി. 1970-കൾ വരെ മിഡിൽ ഈസ്റ്റിൽ മുസ്ലിം അല്ലാത്ത ഒരേ ഒരു രാജ്യം ലെബനൻ മാത്രമായിരുന്നു. പ്രധാന സ്ഥാനങ്ങൾ വഹിക്കുന്നവരിൽ 60% ക്രിസ്ത്യാനികളായിരുന്നു. ഇക്കാര്യത്തിൽ മുസ്ലിം ജനതയിൽ അതൃപ്തി വളരാൻ തുടങ്ങി. തുല്യവിഹിതം വേണമെന്നായിരുന്നു അവരുടെ ആവശ്യം. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇവിടെ മതപരമായ സമവാക്യങ്ങൾ മാറാൻ തുടങ്ങി. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും അതിരൂക്ഷിതമായ സംഘർഷങ്ങളിൽ ഒന്നായ ഈ യുദ്ധത്തിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഏറ്റുമുട്ടി. 70-കൾ മുതൽ 90-കൾ വരെ നീണ്ടുനിന്ന യുദ്ധത്തിൽ മതങ്ങളുമായി ബന്ധപ്പെട്ട
രാഷ്ട്രീയ വിഭാഗങ്ങളും പങ്കാളികളായി. സിറിയയും ഇറാഖും മുസ്ലിം ഗ്രൂപ്പുകൾക്കൊപ്പമുള്ളതുപോലെ ഇസ്രായേൽ ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾക്ക് പിന്തുണ നൽകി. ഇക്കാലത്ത് ഹിസ്ബുല്ല, അൽ അമാൽ, മുസ്ലിം സോഷ്യലിസ്റ്റ് പാർട്ടി തുടങ്ങിയ നിരവധി തീവ്രവാദ ഗ്രൂപ്പുകൾ രൂപീകരിക്കപ്പെട്ടു. 90കളുടെ തുടക്കത്തിൽ രാജ്യത്തിലെ നിരവധി മതരാഷ്ട്രീയ ഗ്രൂപ്പുകൾ തമ്മിൽ ഒരു കരാറിൽ എത്തിച്ചേർന്നു. അതിന് കീഴിൽ രാജ്യത്തിന്റെ അധികാരത്തിൽ ഇരുവർക്കും തുല്യ പങ്കാളിത്തം ലഭിച്ചു. ഈ കരാർ പ്രകാരം രാഷ്ട്രപതി സ്ഥാനം ക്രിസ്ത്യാനികൾക്ക് സംവരണം ചെയ്തപ്പോൾ പ്രധാനമന്ത്രി സ്ഥാനം മുസ്ലിം വിഭാഗത്തിലെ സുന്നി വിഭാഗങ്ങൾക്ക് പോയി. സ്പീക്കർ സ്ഥാനം എല്ലായ്പ്പോഴും ഷിയ മുസ്ലിങ്ങൾക്ക് സംവരണം ചെയ്തു. സീറ്റ് വിതരണവും മതപരമായ അടിസ്ഥാനത്തിലാണ് നടത്തിയത്. 1985 മുസ്ലിം സമൂഹം കൂടുതൽ രാഷ്ട്രീയ അധികാരം ആവശ്യപ്പെടാൻ തുടങ്ങി. അതുവരെ ഒന്ന് 2 കാലിൽ നിന്നാ മതിയായിരുന്നു. ഇനിയിപ്പോ മറ്റു മതവിശ്വാസികളൊന്നും അവിടെ വേണ്ട എന്നതിലേക്ക് മാറി. ആഭ്യന്തര യുദ്ധത്തിനിടയിൽ നിരവധി ക്രിസ്ത്യാനികൾ ലെബനൻ വിട്ട് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ തുടങ്ങി. പിന്നീടുള്ള വർഷങ്ങളിലും ഈ കുടിയേറ്റം തുടർന്നു. യുദ്ധം അവസാനിച്ചതിന് ശേഷം സിറിയ, ജോർദാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മുസ്ലിം അഭയാർത്ഥികളും ലെബനനിൽ വന്ന് സ്ഥിരതാമസമാക്കാൻ തുടങ്ങി. ഇപ്പോൾ അവിടെ രാഷ്ട്രീയ അധികാരവും മുസ്ലിം നേതാക്കളുടെ കൈകളിൽ മാത്രമാണ്. ആഭ്യന്തര യുദ്ധത്തിൽ 1 ലക്ഷം ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുകയും ഏകദേശം 1 ദശലക്ഷം ക്രിസ്ത്യാനികൾ രാജ്യം വിട്ട് പലായനം ചെയ്യുകയും ചെയ്തു. രാജ്യത്ത് ആഭ്യന്തര യുദ്ധം ആരംഭിച്ചപ്പോൾ 50% ക്രിസ്ത്യാനികളും 37% മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു. ആഭ്യന്തര യുദ്ധം അവസാനിച്ചതിന് ശേഷം 47% ക്രിസ്ത്യാനികൾ, 55% മുസ്ലിങ്ങളും ഉണ്ടായി. നിലവിൽ ലെബനനിൽ 30%ഓളം ക്രിസ്ത്യാനികളാണ്. അതേസമയം മുസ്ലിങ്ങളുടെ എണ്ണം 70% വർദ്ധിച്ചു. ഇത് തന്നെയാണ് സിറിയയുടെയും അവസ്ഥ. എത്രയെത്ര രാജ്യങ്ങളാണ് ഇവരെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റിയത്. അഭയാർത്ഥികളായി വലിഞ്ഞു കയറും. എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധമുണ്ടായ സമയത്ത് ഗാസയിലെ അഭയാർത്ഥികളെ ഭയന്ന് ഈജിപ്റ്റ് പോലും റഫ അതിർത്തി അടച്ചത്? എന്തുകൊണ്ടാണ്? അഫ്ഗാനില് താലിബാനികൾ വന്നു. എന്തേ ഈ അഭയാർത്ഥികളെ സ്വീകരിക്കാൻ ഒരു ഇസ്ലാമിക രാജ്യവും തയ്യാറാകാത്തത്? അഫ്ഗാനികൾ അഭയാർത്ഥികളായി പാകിസ്ഥാനിലെത്തിയപ്പോൾ അവിടെ അക്രമം വർദ്ധിച്ചു എന്ന് പറഞ്ഞിട്ട് ലക്ഷക്കണക്കിന് ആളുകളെയാണ് പാകിസ്ഥാൻ പോലും പുറന്തള്ളിയത്. ഇവരെവിടെ പോയാലാണ് സമാധാനം ഉണ്ടാക്കിയിട്ടുള്ളത്? എവിടെയാണ് ഇവർ മര്യാദയ്ക്ക് മുന്നോട്ട് പോയിട്ടുള്ളത്? എന്തുകൊണ്ടാണ് സ്വീഡൻ പോലെയുള്ള രാജ്യങ്ങളിൽ ഖുർആൻ നിന്ന് കത്തുന്നത്? യൂറോപ്യൻ രാജ്യങ്ങൾ ഇവരെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുന്നു. എവിടെ പോയാലും തങ്ങളുടേതാക്കി മാറ്റാൻ ശ്രമിച്ചതിന്റെ ഭവിഷ്യത്തല്ലേ ഇത്? നന്ദി.